ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് ബൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് രണ്ട് ഹൈബ്രിഡ് ചെമ്പരത്തികളാണ് കേട്ടോ. അപ്പം ഞാൻ സാധാരണ രീതിയിൽ എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഒന്നും ചെമ്പരത്തികളുടെ ഇല്ല. അപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ചെമ്പരത്തി മേടിക്കാറുമില്ല കേട്ടോ. അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ട രണ്ട് കളറ് കണ്ടപ്പോൾ മേടിച്ചതാണ്. നല്ല ഭംഗിയുള്ള രണ്ട് കളറ്, നല്ല യെല്ലോയും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറും. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് അത്ര വലിയ തൈയൊന്നും അല്ല, മീഡിയം സൈസ് ചെറിയൊരു തൈയാണ്. അപ്പോൾ പലരും പറയാറുണ്ട്, നമ്മൾ ഇതുപോലത്തെ ഹൈബ്രിഡ് ചെമ്പരത്തികളൊക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഫ്ലവർ കാണും, പക്ഷെ കൊണ്ടുവച്ച് പിന്നെ 1-2 ഫ്ലവേഴ്സൊക്കെ വന്ന് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് 1-2 പരിചയം ഉള്ളടത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ലതുപോലെ ഹൈബ്രിഡ് ചെമ്പരത്തി അവർ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ നഴ്സറിയിൽ നിന്ന് പ്ലാന്റ് മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചെയ്യുന്ന ആ പോട്ടിംഗ് രീതിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ നല്ല രീതിയിലൊരു പോട്ടിങ്ങൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ചെടി കൊണ്ടുവച്ചാലും നല്ല രീതിയിൽ തന്നെ ഗ്രോ ആയിക്കോളും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ട് നല്ല ഫ്ലവറിങ്, നല്ല ബിഗ് ഫ്ലവർ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ എനിക്കൊരു വാട്സാപ്പ് ബിസിനസ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പലരും സെയിലിന് വേണ്ടിയിട്ടെല്ലാം കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. മെസ്സേജസ് വരാറുണ്ടായിരുന്ന അതിനകത്താണ്. അപ്പോൾ അത് ജസ്റ്റ് എൻ്റെ മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ആയിപ്പോയി. ഞാൻ വാട്സാപ്പ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് നമ്പർ ഡീആക്ടിവേറ്റ് ആയി പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പം വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് പോട്ടിങ്സ് ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് വേണം കേട്ടോ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മുടെ ചെമ്പരത്തിക്ക് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ട നല്ല വളമുള്ള മണ്ണ് വേണം നമ്മൾ ചെടി നടാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഫ്ലവറിങ്ങും ഗ്രോയും ഒക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മണ്ണിനകത്ത് ഓൾറെഡി ചകിരിച്ചോറും അതുപോലെ തന്നെ മണ്ണ് കുറച്ച് സ്വല്പം കട്ടിയുള്ളതായതുകൊണ്ട് നല്ല പെർലൈറ്റും കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് പിന്നെ നമ്മൾ അത്യാവശ്യം ഇടേണ്ടത് ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം ഏതെങ്കിലും നമുക്ക് കുറച്ച് നല്ല അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാ പച്ചക്കറികളും നടുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കാറ്. അത് നമ്മൾ ഒരു കൈപ്പിടി വീതമൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മളിങ്ങനെ ചെമ്പരത്തി, തെറ്റി പോലുള്ള ചെടികളൊക്കെ നടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഈ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചേറെ എല്ലുപൊടിയും പിന്നെ അതിൽ നിന്ന് കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് നമ്മൾ ഈ പോട്ടിങ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നല്ല ഒരല്പം വെള്ളം പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള പോട്ടിംഗ് ആണ്. അപ്പം അതിനാണ് ഞാൻ ചകിരിച്ചോറ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചകിരിച്ചോറില്ല എങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മണൽ ഏതെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാനിത് നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ക്യാനാണ്. അപ്പോൾ നിലത്ത് വേണമെങ്കിൽ നമുക്ക് നടാം. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോട്ടിംഗ് ഒക്കെ തയ്യാറാക്കി നിലത്ത് ഒന്ന് കൊത്തിക്കളച്ചിട്ടൊക്കെ നമുക്ക് നടാം. അതല്ല എങ്കിൽ ഇതുപോലെയുള്ള വലിയ ഏതെങ്കിലും ചെടിച്ചട്ടിയിലോ ക്യാനിലോ ഒക്കെ നമുക്ക് ചെടി നട്ട് വളർത്താം. അപ്പോൾ നല്ല രീതിയിൽ റൂട്ട്സ് ഓടുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ചെമ്പരത്തി. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ഏതെങ്കിലും ചെടിച്ചട്ടി വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെക്കുന്ന മണ്ണ് ഒന്നും മാറ്റാതെ തന്നെ അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് സാധാരണ രീതിയിൽ ചിലർ പറയാറുണ്ട് ഈ മണ്ണ് കുറച്ച് മാറ്റിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. മണ്ണ് അതുപോലെ എന്ന് വെച്ചാൽ വേറെ അടിവരെയും നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂട് അനക്കുന്നില്ല, അതുപോലെ തന്നെ ഇളക്കിയിട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പോട്ടിങ് എപ്പോഴും ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇട്ടിരിക്കുന്ന പോട്ടിങ് ലെവലുണ്ടല്ലോ, മണ്ണ് നിറച്ചിരിക്കുന്ന ആ ഒരു ലെവലിൽ വേണം നമ്മൾ വീണ്ടും മണ്ണിട്ട് കൊടുക്കാനായിട്ട്. അതിന് മുകളിലേക്ക് പിന്നെ പോട്ടിങ്സ് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് കുറേ കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പോട്ടിങ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇത് കുറച്ച് ആർഭാടമല്ലേ ഇത്രയും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മൾ ഇതുപോലുള്ള ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് ലൈഫ് ലോങ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ചെമ്പരത്തിയും തെറ്റിയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല രീതിയിൽ തന്നെ വളക്കൂറുള്ള മണ്ണിൽ നട്ടു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നല്ല രീതിയിൽ ഫ്ലവർ ആവാനും അതുപോലെ തന്നെ പ്ലാന്റ് കുറേ കൂടെ നല്ല രീതിയിൽ ബുഷിയായിട്ട് ഗ്രോ ആയിട്ട് വളരാനും ഒക്കെ നല്ലത് കുറച്ചുകൂടെ നല്ല വളങ്ങൾ അടങ്ങിയ മണ്ണിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത് ക്യാൻ കാണുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷേ നമ്മൾ ക്യാനിൻ്റെ ഭംഗിക്കല്ലല്ലോ, നമ്മുടെ ചെടി എത്ര രീതിയിൽ നല്ല രീതിയിൽ വളരാൻ പറ്റുന്നു, ആ ചെടിക്ക് ഏതാണ് നല്ലത് എന്ന രീതിയിൽ നോക്കിയിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പോട്ട് നല്ല നമുക്ക് സിമൻറ്റ് പോട്ടൊക്കെ മേടിക്കാൻ കിട്ടും, നല്ല ഭംഗിയുള്ള സിമൻറ്റ് പോട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ നമുക്ക് ഈ ചെമ്പരത്തി നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇതിനകത്തൊക്കെ നടുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കുമ്പോൾ നമുക്ക് വെയിലനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് മാനേജ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ മഴയൊന്നും വലിയ നമുക്ക് ഈ ചെമ്പരത്തി പോലുള്ള ചെടികൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മുടെ മഴയത്തും വെയിലത്തും എല്ലാം ഒരുപോലെ നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. മഴ വരുന്നെങ്കിൽ എടുത്തുകൊണ്ട് മാറ്റി വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ നല്ല രീതിയിൽ വെയിൽ അത്യാവശ്യമാണ്. നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ ഫ്ലവർ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വെയിൽ വേണം. അതുപോലെ തന്നെ നമ്മൾ ഈ പോട്ടിംഗ് സോയിൽ നല്ല രീതിയിൽ ഒരു ഈർപ്പം മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന മണ്ണ് പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 നേരം പറ്റുമെങ്കിൽ 2 നേരം നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. നല്ല രീതിയിൽ സൂര്യപ്രകാശത്ത് വെക്കുക. അപ്പോൾ വെച്ച ഉടനെ നമ്മൾ പോട്ട് ചെയ്ത് ഉടനെ കൊണ്ടുചെന്ന് വെക്കുക എന്നുള്ളതല്ല. ഒരു 2-3 ദിവസം നമുക്ക് തണലത്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല ഡയറക്റ്റ് വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ പോട്ടിംഗ് സോയിൽ മൊത്തം നനയുന്ന രീതിയിൽ നമ്മൾ വെള്ളം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി കണ്ടാൽ അറിയാനത്ത് ഒരുപാട് ബഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കൾ വിരിയുന്നതും അതിൻ്റെ അപ്ഡേഷൻ, ചെടിയുടെ ഗ്രോത്തും ഒക്കെ നമുക്ക് അപ്ഡേഷനിലായിട്ട് പല വീഡിയോസിലായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.